ശാന്തി 1-3-25. പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, പ്രീതിയും വിപരീതവും ഇത് പ്രവൃത്തി മാർഗത്തിലെ വാക്കുകളാണ്. ഇപ്പോൾ നിങ്ങളുടെ പ്രീതി ഒരു ബാബയുമായി ഉണ്ടായിരിക്കുകയാണ്. കുട്ടികളായ നിങ്ങൾ നിരന്തരം ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുന്നു. ചോദ്യം: ഓർമ്മയുടെ യാത്രയ്ക്ക് മറ്റേതൊരു പേരാണ് നൽകുക? ഉത്തരം: ഓർമ്മയുടെ യാത്ര പ്രീതിയുടെ യാത്രയാണ്. വിപരീത ബുദ്ധി ഉള്ളവരിൽ നിന്നും നാമരൂപത്തിൽ കൊടുങ്ങുന്നതിൻ്റെ ദുർഗന്ധം വരുന്നു. അവരുടെ ബുദ്ധി തമോ പ്രധാനം ആകുന്നു. ആരുടെ പ്രീതി ഒരു ബാബയോടാണോ അവർ ജ്ഞാനത്തിൻ്റെ ദാനം ചെയ്തുകൊണ്ടിരിക്കും. ഏതെങ്കിലും ദേഹധാരിയോട് അവർക്ക് പ്രീതി ഉണ്ടായിരിക്കുക സാധ്യമേ അല്ല. ഗീതം: ഈ നിമിഷം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓം ശാന്തി. ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇതിനെ ഓർമ്മയുടെ യാത്രയെന്നും പറയാം, പ്രീതിയുടെ യാത്രയെന്നും പറയാം. മനുഷ്യരാണെങ്കിൽ ആ യാത്രകൾ, അതായത് തീർത്ഥയാത്രകൾക്കായി പോകുന്നു. ഇത് രചനയാണ്, അതിൻ്റെ യാത്ര ചെയ്യാൻ പോകുന്നു. ഭിന്ന ഭിന്ന രചനകൾ ഉണ്ടല്ലോ. രചയിതാവിനെ ആരും അറിയുന്നതേയില്ല. ഇപ്പോൾ നിങ്ങൾ രചയിതാവായ ബാബയെ അറിയുന്നു. ആ ബാബയുടെ ഓർമ്മയിൽ നിങ്ങൾ ഒരിക്കലും നിന്നു പോകരുത്. നിങ്ങൾക്ക് ഓർമ്മയുടെ യാത്ര ലഭിച്ചിരിക്കുന്നു. ഇതിനെ ഓർമ്മയുടെ യാത്ര അഥവാ പ്രീതിയുടെ യാത്ര എന്ന് പറയുന്നു. ആർക്ക് കൂടുതൽ പ്രീതി ഉണ്ടായിരിക്കുമോ അവർ യാത്രയും നന്നായി ചെയ്യും. എത്ര സ്നേഹത്തോടെ യാത്രയിലിരിക്കുമോ പവിത്രവും ആയിക്കൊണ്ടിരിക്കും. ശിവഭഗവാൻ വാച്ച ആണല്ലോ, വിനാശകാലെ വിപരീത ബുദ്ധിയും വിനാശകാലെ പ്രീതബുദ്ധിയും. കുട്ടികളായി നിങ്ങൾ അറിയുന്നുണ്ട്, ഇപ്പോൾ വിനാശകാലമാണ്. ഇത് അതേ ഗീത എപ്പിസോഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബാബ ശ്രീകൃഷ്ണന്റെ ഗീതയും ത്രിമൂർത്തി ശിവന്റെ ഗീതയും തമ്മിലുള്ള കോൺട്രാസ്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ ഗീതയുടെ ഭഗവാൻ ആരാണ്? പരംപിത ശിവഭഗവാൻ വാച. കേവലം ശിവൻ എന്ന വാക്കല്ല എഴുതേണ്ടത്. കാരണം ശിവൻ എന്ന നാമം ധാരാളം പേർക്കുണ്ട്. അതിനാൽ പരംപിത പരമാത്മാവ് എന്ന് എഴുതുന്നതിലൂടെ അത് സുപ്രീമായി. പരമപിതാവ് എന്ന് ആർക്കും സ്വയം പറയാൻ സാധിക്കില്ല. സന്യാസിമാർ ശിവോഹം എന്ന് പറയുന്നു. അവർക്ക് ബാബയെ ഓർമ്മിക്കാൻ പോലും സാധിക്കില്ല. ബാബയെ അറിയുന്നതേയില്ല. ബാബയോട് പ്രീതിയേയില്ല. പ്രീതിയും വിപരീതവും ഇത് പ്രവൃത്തി മാർഗത്തിനു വേണ്ടി ഉള്ളതാണ്. ചില കുട്ടികൾക്ക് പിതാവിനോട് പ്രീതബുദ്ധിയായിരിക്കും, ചിലരുടേത് വിപരീത ബുദ്ധിയുമായിരിക്കും. ബാബയോട് പ്രീതി ഉള്ളത് ബാബയുടെ സർവീസിൽ തൽപരരായവർക്കാണ്. ബാബയോടല്ലാതെ മറ്റാരോടും പ്രീതി ഉണ്ടാവുക സാധ്യമല്ല. ശിവ് ബാബയോട് തന്നെയാണ് പറയുന്നത്, ബാബ, നമ്മൾ അങ്ങയുടെ തന്നെ സഹായികളാണ്. ഇതിൽ ബ്രഹ്മാവിൻ്റെ കാര്യമേ ഇല്ല. ശിവ് ബാബയോട് ഏത് ആത്മാക്കൾക്ക് പ്രീതി ഉണ്ടായിരിക്കും അവർ തീർച്ചയായും സഹായിയാകും. ശിവ് ബാബയോടൊപ്പം അവർ സർവീസ് ചെയ്തുകൊണ്ടിരിക്കും. പ്രീതിയില്ലെങ്കിൽ വിപരീതമാകുന്നു എന്നർത്ഥം. വിപരീത ബുദ്ധി വിനശന്തി. ആർക്ക് ബാബയോട് പ്രീതി ഉണ്ടായിരിക്കുമോ അപ്പോൾ സഹായിയുമാകും. എത്രത്തോളം പ്രീതിയുണ്ടോ അത്രയും സർവീസിൽ സഹായിയാകും. ഓർമ്മിക്കുന്നതേയില്ലെങ്കിൽ പ്രീതിയില്ല. പിന്നെ ദേഹധാരികളോട് പ്രീതി ഉണ്ടാകുന്നു. മനുഷ്യന് തൻ്റെ ഓർമ്മ ചിഹ്നത്തിൻ്റെ വസ്തുവും നൽകാറുണ്ടല്ലോ. അത് തീർച്ചയായും ഓർമ്മ വരുന്നു. ഇപ്പോൾ കുട്ടികളായി നിങ്ങൾക്ക് ബാബ അവിനാശി ജ്ഞാനരത്നങ്ങളുടെ സമ്മാനം നൽകുന്നു.
അതിലൂടെ നിങ്ങൾ രാജപദം പ്രാപ്തമാക്കുന്നു. അവിനാശി ജ്ഞാനരത്നങ്ങളുടെ ദാനം ചെയ്യുന്നു. അപ്പോൾ പ്രീതബുദ്ധിയാണ്. ബാബ എല്ലാവരുടെയും മംഗളം ചെയ്യാൻ വന്നിരിക്കുന്നു എന്നത് അറിയുന്നുണ്ട്. നമുക്കും സഹായി ആകേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള പ്രീതബുദ്ധി വിജയന്തിയാകുന്നു. ആരാണോ ഓർമ്മിക്കുകയേ ചെയ്യാത്തത് അവർ പ്രീതബുദ്ധിയല്ല. ബാബയോട് പ്രീതി ഉണ്ടായിരിക്കുകയും ഓർമ്മിക്കുകയും ചെയ്യുകയാണെങ്കിൽ വികർമ്മം വിനാശമാകും. മറ്റുള്ളവർക്കും മംഗളത്തിൻ്റെ വഴി പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ബ്രാഹ്മണരായ നിങ്ങൾ കുട്ടികളിലും പ്രീതിയുടെയും വിപരീതത്തിൻ്റെയും ആധാരമാണ്. ബാബയെ കൂടുതൽ ഓർമ്മിക്കുന്നു എന്നാൽ പ്രീതി ഉണ്ട് എന്നാണ്. ബാബ പറയുന്നു, എന്നെ നിരന്തരം ഓർമ്മിക്കൂ, എൻ്റെ സഹായിയാകൂ. രചനയ്ക്ക് ഒരു രചയിതാവായ ബാബ തന്നെയാണ് ഓർമ്മയുണ്ടായിരിക്കേണ്ടത്. ഏതെങ്കിലും രചനയെ ഓർമ്മിക്കേണ്ടതില്ല. ലോകത്തിലാണെങ്കിൽ രചയിതാവിനെ ആരും അറിയുന്നതേയില്ല, ഓർമ്മിക്കുന്നതുമില്ല. സന്യാസിമാരും ബ്രഹ്മത്തെ ഓർമ്മിക്കുന്നു, അതും രചനയായി. രചയിതാവ് സർവരുടെയും ഒന്ന് തന്നെയാണല്ലോ. ഏതെല്ലാം വസ്തുക്കൾ ഈ കണ്ണുകൾ കൊണ്ട് കാണുന്നുവോ അതെല്ലാം രചനയാണ്. ആര് കാണപ്പെടുന്നില്ലയോ അത് രചയിതാവായ ബാബയാണ്. ബ്രഹ്മ വിഷ്ണു ശങ്കരൻ്റെയും ചിത്രമുണ്ട്, അതും രചനയാണ്. ബാബ ഏത് ചിത്രം ഉണ്ടാക്കുന്നതിന് വേണ്ടി പറഞ്ഞുവോ മുകളിൽ എഴുതണം, പരംപിത പരമാത്മ ത്രിമൂർത്തി ശിവ ഭഗവാനുവാച. ആരെങ്കിലും സ്വയം ഭഗവാനാണ് എന്ന് പറഞ്ഞാലും പരംപിതാവ് എന്ന് പറയാൻ സാധിക്കില്ല. നിങ്ങളുടെ ബുദ്ധിയോഗം ശിവ് ബാബയോടൊപ്പമാണ്, ശരീരത്തോടൊപ്പമല്ല. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. സ്വയം അശരീരി ആത്മാവാണെന്ന് മനസ്സിലാക്കി പിതാവായ എന്നെ ഓർമ്മിക്കൂ. പ്രീതിയുടെയും വിപരീതത്തിൻ്റെയും മുഴുവൻ ആധാരം സർവീസിന്മേലാണ്. നല്ല പ്രീതി ഉണ്ടായിരിക്കുമെങ്കിൽ ബാബയുടെ സർവീസും നന്നായി ചെയ്യും. അപ്പോൾ വിജയന്തി എന്ന് പറയും. പ്രീതിയില്ലെങ്കിൽ സർവീസും ഉണ്ടായിരിക്കില്ല. പിന്നെ പദവിയും കുറവായിരിക്കും. കുറഞ്ഞ പദവിയെ പറയുന്നത് ഉയർന്ന പദവിയിൽ നിന്നും വിനശന്തി എന്നാണ്. പൊതുവെ വിനാശം എല്ലാവരുടേതും ഉണ്ടാവുക തന്നെ ചെയ്യും. എന്നാൽ ഇത് വിശേഷിച്ച് പ്രീതിയുടെയും വിപരീതത്തിൻ്റെയും കാര്യമാണ്. രചയിതാവായ ബാബ ഒന്ന് തന്നെയാണ്. ആ ഒന്നിനെക്കുറിച്ച് തന്നെയാണ് ശിവപരമാത്മാവായ നമ എന്ന് പറയുന്നത്. ശിവജയന്തിയും ആഘോഷിക്കുന്നു. ശങ്കർ ജയന്തി എന്നൊരിക്കലും കേട്ടിട്ടില്ല. പ്രജാപിത ബ്രഹ്മാവിൻ്റെയും പേര് പ്രസിദ്ധമാണ്. വിഷ്ണുവിൻ്റെ ജയന്തി ആഘോഷിക്കുന്നില്ല, ശ്രീകൃഷ്ണൻ്റേത് ആഘോഷിക്കുന്നു. ശ്രീകൃഷ്ണനും വിഷ്ണുവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നതും ആർക്കും അറിയില്ല. മനുഷ്യരുടേത് വിനാശകാലെ വിപരീത ബുദ്ധിയാണ്. അപ്പോൾ നിങ്ങളിലും പ്രീതിയും വിപരീത ബുദ്ധിയും ഉണ്ടല്ലോ. ബാബു പറയുന്നു, നിങ്ങളുടെ ഈ ആത്മീയ തൊഴിൽ വളരെ നല്ലതാണ്. രാവിലെയും വൈകുന്നേരവും ഈ സർവീസിൽ മുഴുകൂ. വൈകുന്നേരത്തെ സമയം 6 മുതൽ 7 വരെ ഉള്ളത് വളരെ നല്ലതാണ് എന്ന് പറയുന്നു. സത്സംഗവും മറ്റും വൈകിട്ടും രാവിലെയുമാണ് ചെയ്യുന്നത്. രാത്രിയിലാണെങ്കിൽ വായുമണ്ഡലം മോശമാകുന്നു. രാത്രിയിൽ ആത്മാവ് സ്വയം ശാന്തിയിലേക്ക് പോകുന്നു. അതിനെ നിദ്ര എന്ന് പറയുന്നു. പിന്നെ രാവിലെ ഉണരുന്നു. എൻ്റെ മനസ്സെ പ്രഭാതത്തിൽ രാമനെ സ്മരിക്കൂ എന്ന് പറയുകയും ചെയ്യുന്നു. ഇപ്പോൾ ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, പിതാവായ എന്നെ ഓർമ്മിക്കൂ. ശിവ് ബാബ എപ്പോഴാണോ ശരീരത്തിൽ പ്രവേശിക്കുന്നത് അപ്പോൾ പറയും, എന്നെ ഓർമ്മിക്കൂ. എങ്കിൽ വികർമ്മം വിനാശമാകും. കുട്ടികളായ നിങ്ങൾ അറിയുന്നുണ്ട് നമ്മൾ എത്രത്തോളം ബാബയെ ഓർമ്മിക്കുന്നുണ്ട്, ആത്മീയ സേവനം ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഈ പരിചയം നൽകണം. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. അപ്പോൾ നിങ്ങൾ തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനമായി മാറും. മാലിന്യം മാറിപ്പോകും.
പ്രീതബുദ്ധിയിലും പെർസെൻറ്റേജ് ഉണ്ട്. ബാബയോട് പ്രീതിയില്ലെങ്കിൽ തീർച്ചയായും തൻ്റെ ദേഹത്തിൽ പ്രീതിയുണ്ട്, അല്ലെങ്കിൽ മിത്രസംബന്ധികളോടും മറ്റും പ്രീതിയുണ്ട്. ബാബയോട് പ്രീതി ഉണ്ടായിരിക്കുമെങ്കിൽ സർവീസിൽ മുഴുകും. ബാബയോട് പ്രീതിയില്ലെങ്കിൽ സർവീസിലും മുഴുകുകയില്ല. ആർക്കും കേവലം അൽഫിൻ്റെയും ബേയുടെയും രഹസ്യം മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത് വളരെ സഹജമാണ്. ഹേ ഭഗവാനെ, ഹേ പരമാത്മാവേ എന്ന് പറഞ്ഞ് ഓർമ്മിക്കുന്നു. പക്ഷെ ആ ഒന്നിനെ തീർത്തും അറിയുന്നില്ല. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. ഓരോ ചിത്രത്തിലും മുകളിൽ പരംപിത ത്രിമൂർത്തി ശിവഭഗവാൻ വാച എന്ന് തീർച്ചയായും എഴുതണം. അപ്പോൾ ആർക്കും ഒന്നും പറയാൻ സാധിക്കില്ല. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ തൻ്റെ സാപ്ലിംഗ് നട്ടുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും വഴി പറഞ്ഞു കൊടുക്കൂ. ബാബയിൽ നിന്നും വന്ന് സമ്പത്തെടുക്കട്ടെ. ബാബയെ അറിയുന്നതേയില്ല. അതിനാൽ പ്രീതബുദ്ധിയല്ല. പാപം വർദ്ധിച്ച് വർദ്ധിച്ച് പൂർണ്ണമായും തമോ പ്രധാനമായിരിക്കുന്നു. ആര് വളരെയധികം ഓർമ്മിക്കുമോ അവർക്കായിരിക്കും ബാബയുമായി പ്രീതി ഉള്ളത്. ഗോൾഡൻ ഏജ്ഡ് ബുദ്ധി അവരുടേത് തന്നെയായിരിക്കും. അഥവാ മറ്റു ഭാഗത്തേക്ക് ബുദ്ധി അലയുന്നുണ്ടാകുമെങ്കിൽ തമോ പ്രധാനം തന്നെയായിരിക്കും. മുന്നിലിരിക്കുകയാണെങ്കിലും പ്രീതബുദ്ധി എന്ന് പറയില്ല, കാരണം ഓർമ്മിക്കുന്നതേയില്ല. പ്രീതബുദ്ധിയുടെ അടയാളമാണ് ഓർമ്മ. അവർ ധാരണ ചെയ്യും. മറ്റുള്ളവരിലും ദയ കാണിച്ചുകൊണ്ടിരിക്കും. ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ പാവനമാകും. ഇത് ആർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത് വളരെ സഹജമാണ്. ബാബ സ്വർഗത്തിൻ്റെ ചക്രവർത്തി പദത്തിൻ്റെ സമ്പത്ത് കുട്ടികൾക്ക് തന്നെയാണ് നൽകുന്നത്. തീർച്ചയായും ശിവ് ബാബ വന്നിട്ടുണ്ടായിരുന്നു. അതിനാലാണല്ലോ ശിവജയന്തിയും ആഘോഷിക്കുന്നത്. കൃഷ്ണൻ, രാമൻ തുടങ്ങിയവരെല്ലാം ഉണ്ടായിരുന്നതിനു ശേഷം പോയി. അതിനാലാണല്ലോ ആഘോഷിച്ചു വരുന്നത്. ശിവബാബയെയും ഓർമ്മിക്കുന്നു. കാരണം ആ ഒന്ന് വന്ന് കുട്ടികൾക്ക് വിശ്വത്തിൻ്റെ ചക്രവർത്തി പദം നൽകുന്നു. പുതിയവർക്കാർക്കും ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കില്ല. ഭഗവാൻ എങ്ങനെയാണ് വന്ന് സമ്പത്ത് നൽകുന്നത്? തീർത്തും കല്ല് ബുദ്ധിയാണ്. ഓർമ്മിക്കുവാനുള്ള ബുദ്ധിയില്ല. ബാബ സ്വയം പറയുന്നു, നിങ്ങൾ പകുതി കൽപ്പത്തെ പ്രിയതമങ്ങളാണ്. ഞാനിപ്പോൾ വന്നിരിക്കുകയാണ്. ഭക്തിമാർഗത്തിൽ നിങ്ങൾ എത്ര തിക്കും തിരക്കും കൊള്ളുന്നു. എന്നാൽ ഭഗവാനെ ആർക്കും ലഭിച്ചതേയില്ല. ഇപ്പോൾ കുട്ടികളായി നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ബാബ ഭാരതത്തിൽ തന്നെയാണ് വന്നിരുന്നത്. മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും വഴി പറഞ്ഞു തന്നിരുന്നു. ശ്രീകൃഷ്ണൻ ഈ വഴി പറഞ്ഞു തരുന്നില്ല. ഭഗവാനുമായി പ്രീതി എങ്ങനെ യോജിപ്പിക്കാം എന്നത് ഭാരതവാസികൾക്ക് തന്നെയാണ് ബാബ വന്ന് പഠിപ്പിക്കുന്നത്. വരുന്നതും ഭാരതത്തിലാണ്. ശിവജയന്തി ആഘോഷിക്കുന്നു. കുട്ടികളായ നിങ്ങൾക്കറിയാം, ഉയർന്നതിലും ഉയർന്നത് തന്നെയാണ് ഭഗവാൻ. ആ ഒന്നിൻ്റെ നാമം ശിവൻ എന്നാകുന്നു. അതിനാൽ നിങ്ങൾ ശിവജയന്തി തന്നെയാണ് വജ്രതുല്യ ജയന്തി എന്നെഴുതുന്നു. ബാക്കി എല്ലാ ജയന്തിയും കവടി തുല്യമാണ്. ഇങ്ങനെ എഴുതുന്നതിലൂടെ അസ്വസ്ഥമാകുന്നു. അതിനാൽ ഓരോ ചിത്രത്തിലും അഥവാ ശിവഭഗവാനുവാച എന്നുണ്ടെങ്കിൽ നിങ്ങൾ സേഫ്റ്റിയിലായിരിക്കും. ചില കുട്ടികൾ പൂർണ്ണമായും മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അതൃപ്തരാകുന്നു. മായയുടെ ഗ്രഹപ്പിഴ. ആദ്യം യുദ്ധം ചെയ്യുന്നത് ബുദ്ധിയിൽ തന്നെയാണ്. ബുദ്ധിയോഗം ബാബയിൽ നിന്ന് തന്നെ വേർപെടുത്തുന്നു. അതിലൂടെ പൂർണ്ണമായും മുകളിൽ നിന്നും താഴെ വീണു പോകുന്നു. ദേഹധാരികളിൽ ബുദ്ധിയോഗം പറ്റിച്ചേരുന്നു. അപ്പോൾ ബാബയോട് വിപരീതമായല്ലോ. നിങ്ങൾക്ക് പ്രീതി വെക്കേണ്ടത് ഒരു വിചിത്രമായ വിദേഹിയായ ബാബയോടാണ്. ദേഹധാരിയോട് പ്രീതി വെക്കുന്നത് നഷ്ടമുണ്ടാക്കുന്ന ഒന്നാണ്. ബുദ്ധി മുകളിൽ നിന്നും മുറിയുന്നുവെങ്കിൽ പൂർണ്ണമായും താഴെ വീണു പോകും. ഇത് അനാദിയും മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ടതുമായ ഡ്രാമയാണ്. എങ്കിലും മനസ്സിലാക്കിക്കുന്നതാണല്ലോ ശരിയായത്. വിപരീത ബുദ്ധിയിൽ നിന്നും നാമരൂപത്തിൽ കുടുങ്ങുന്നതിലൂടെ ദുർഗന്ധം വരുന്നു.
അല്ലാത്ത പക്ഷം സർവീസിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടതാണ്. ബാബ ഇന്നലെയും നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു തന്നിരുന്നു. മുഖ്യ കാര്യം തന്നെ ഇതാണ്: ഗീതയുടെ ഭഗവാൻ ആരാണ്? ഇതിൽ തന്നെയാണ് നിങ്ങളുടെ വിജയം ഉണ്ടാകേണ്ടത്. നിങ്ങൾ ചോദിക്കുന്നു, ഗീതയുടെ ഭഗവാൻ ശിവനാണോ ശ്രീകൃഷ്ണനാണോ? സുഖം നൽകുന്നവൻ ആരാണ്? സുഖം നൽകുന്നവൻ ശിവനാണ്. അപ്പോൾ ആ ഒന്നിനാണ് വോട്ട് നൽകേണ്ടത്. ആ ഒന്നിന് തന്നെയാണ് മഹിമയുള്ളത്. ഇപ്പോൾ വോട്ട് നൽകൂ. ഗീതയുടെ ഭഗവാൻ ആരാണ്? ശിവന് വോട്ട് നൽകുന്നവരെ പ്രീതബുദ്ധി എന്ന് പറയും. ഇത് വളരെ ഭാരിച്ച ഇലക്ഷനാണ്. ആര് മുഴുവൻ ദിവസവും വിചാരസാഗര മഥനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകുമോ അവരുടെ ബുദ്ധിയിലെ ഈ എല്ലാ കാര്യങ്ങളും വരികയുള്ളൂ. പല കുട്ടികളും പോയിക്കൊണ്ടിരിക്കവേ പിണങ്ങുന്നു. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ പ്രീതി ഉണ്ടായിരിക്കും. ഉടനെ നോക്കിയാൽ പ്രീതി മുറിഞ്ഞു പോകുന്നു, പിണങ്ങുന്നു. ഏതെങ്കിലും കാര്യത്താൽ പിണങ്ങുകയാണെങ്കിൽ ഒരിക്കലും ഓർമ്മിക്കുക പോലും ചെയ്യില്ല, കത്തും എഴുതുകയില്ല. അതിനർത്ഥം പ്രീതിയില്ല. അപ്പോൾ ബാബയും 6-8 മാസം കത്ത് എഴുതുകയില്ല. ബാബ കാലന്മാരുടെയും കാലനുമാണല്ലോ. ഒപ്പം ധർമ്മരാജനുമുണ്ട്. ബാബയെ ഓർമ്മിക്കുന്നതിനുള്ള ഒഴിവ് സമയമില്ലെങ്കിൽ നിങ്ങൾ എന്ത് പദവി നേടും? പദവി ഭ്രഷ്ടമായി പോകും. തുടക്കത്തിൽ ബാബ വളരെ യുക്തിയോടെ പദവി പറഞ്ഞു തരുമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ അവർ ഇല്ല. ഇപ്പോൾ വീണ്ടും മാല തയ്യാറാകേണ്ടതുണ്ട്. ബാബയും സർവീസബിളായവരുടെ മഹിമ ചെയ്തുകൊണ്ടിരിക്കും. ആരാണോ സ്വയം ചക്രവർത്തിയാകുന്നത് അപ്പോൾ ഇങ്ങനെ പറയും: നമ്മുടെ സമാന വിഭാഗത്തിലുള്ളവരും ആകട്ടെ, ഇവരും നമ്മളെപ്പോലെ രാജ്യം ഭരിക്കട്ടെ. രാജാവിനെ അന്നദാതാവെന്നും മാതാപിതാവെന്നും പറയുന്നു. ഇപ്പോൾ മാതാവ് ജഗദംബയാണ്. ആ ഒന്നിലൂടെ നിങ്ങൾക്ക് അളവറ്റ സുഖം ലഭിക്കുന്നു. നിങ്ങളുടെ പുരുഷാർത്ഥത്തിലൂടെ ഉയർന്ന പദവി നേടണം. ദിനം പ്രതിദിനം കുട്ടികളായ നിങ്ങൾക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കും ആരെല്ലാം എന്താകും എന്ന്. സർവീസ് ചെയ്യുകയാണെങ്കിൽ ബാബയും അവരെ ഓർമ്മിക്കും. സർവീസേ ചെയ്യുന്നില്ലെങ്കിൽ ബാബ എന്തിനു ഓർമ്മിക്കണം? ആര് പ്രീതബുദ്ധിയായിരിക്കുമോ അവരെയാണ് ബാബ ഓർമ്മിക്കുന്നത്. ഇതും ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. ആരെങ്കിലും നൽകിയ വസ്തു ധരിക്കുകയാണെങ്കിൽ അവരുടെ ഓർമ്മ തീർച്ചയായും വരും. ബാബയുടെ ഭണ്ഡാരയിൽ നിന്നും സ്വീകരിക്കുകയാണെങ്കിൽ ശിവ് ബാബയുടെ തന്നെ ഓർമ്മ വരും. ബാബ സ്വയം അനുഭവം പറയുകയാണ്. ഓർമ്മ തീർച്ചയായും ഉണ്ടാകുന്നു. അതിനാൽ ആരാലും നൽകപ്പെട്ട വസ്തു സൂക്ഷിക്കാൻ പാടില്ലാത്തതാണ്. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒരു വിദേഹിയും വിചിത്രവുമായ ബാബയോട് ഹൃദയത്തിൻ്റെ സത്യമായ പ്രീതി വയ്ക്കണം. സദാ ശ്രദ്ധയുണ്ടായിരിക്കണം. മായയുടെ ഗ്രഹപ്പിഴ ഒരിക്കലും ബുദ്ധിയുടെ മേൽ യുദ്ധം ചെയ്യരുത്. ഒരിക്കലും ബാബയോട് പിണങ്ങരുത്. സർവീസബിളായി തൻ്റെ ഭാവി ഉയർന്നതാക്കണം. ആരാലും നൽകപ്പെട്ട വസ്തു തൻ്റെ പക്കൽ സൂക്ഷിച്ചു വയ്ക്കരുത്. വരദാനം: ശുദ്ധിയുടെ വിധിയിലൂടെ കോട്ടയെ ശക്തമാക്കുന്ന സദാ വിജയിയും നിർവിഘ്നവുമായി ഭവിക്കട്ടെ. ഈ കോട്ടയിൽ ഓരോ ആത്മാവും സദാ വിജയിയും നിർവിഘ്നവുമായി മാറട്ടെ. ഇതിനുവേണ്ടി വിശേഷ സമയത്ത് 4 ഭാഗത്തും ഒരുമിച്ച് യോഗത്തിൻ്റെ പ്രോഗ്രാം വയ്ക്കൂ. പിന്നെ ആർക്കും തന്നെ ഈ കമ്പി, അതായത് ബന്ധം, മുറിക്കാൻ സാധിക്കില്ല. കാരണം എത്രത്തോളം സേവനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുമോ അത്രയും മായ തൻ്റേതാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യും. അതിനാൽ ഏതൊരു കാര്യം ആരംഭിക്കുന്ന സമയത്തും ശുദ്ധിയുടെ വിധിയെ സ്വായത്തമാക്കുന്നത് പോലെ സംഘടിത രൂപത്തിൽ സർവശ്രേഷ്ഠ ആത്മാക്കളായ താങ്കൾക്ക് ഈ ഒരേ ഒരു ശുദ്ധ സങ്കല്പം ഉണ്ടാകണം.
വിജയി. ഇതാണ് ശുദ്ധിയുടെ വിധി. അതിലൂടെ കോട്ട ശക്തമാകും. സ്ലോഗൻ: യുക്തിയുക്തവും യഥാർത്ഥവുമായ സേവനത്തിൻ്റെ പ്രത്യക്ഷ ഫലമാണ് സന്തോഷം. അവ്യക്ത സൂചന: സത്യതയും സഭ്യതയുമാകുന്ന കൾച്ചർ സ്വായത്തമാക്കൂ. ബ്രാഹ്മണ ജീവിതത്തിൽ ഫസ്റ്റ് നമ്പറിലെ കൾച്ചറാണ് സത്യതയും സഭ്യതയും. അപ്പോൾ ഓരോരുത്തരുടെയും മുഖത്തും പെരുമാറ്റത്തിലും ഈ ബ്രാഹ്മൺ കൾച്ചർ പ്രത്യക്ഷമാകട്ടെ. ഓരോ ബ്രാഹ്മണനും പുഞ്ചിരിച്ചുകൊണ്ട് ഓരോരുത്തരോടും സമ്പർക്കത്തിൽ വരണം. ആര് എങ്ങനെയുമായിക്കൊള്ളട്ടെ, താങ്കൾ തൻ്റെ ഈ കൾച്ചർ ഒരിക്കലും ഉപേക്ഷിക്കാതിരിക്കൂ. അപ്പോൾ സഹജമായി പരമാത്മാവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് നിമിത്തമായി മാറും. ഓം ശാന്തി. ബാബ്ദാദയുടെ ദിവ്യ അലൗകിക കൂട്ടുകെട്ട് എനിക്ക് അനുഭവമാകുന്നു. അവ്യക്ത ദേശത്തിൽ സ്ഥിതി ചെയ്യുന്നതിൻ്റെ അനുഭവം എനിക്കുണ്ടാകും. ഈ അവ്യക്ത ദേശത്തിൽ അവ്യക്ത ബാബ്ദാദയുടെ മുന്നിൽ ജ്ഞാന സൂര്യൻ്റെയും ജ്ഞാന ചന്ദ്രൻ്റെയും സന്മുഖത്ത് ഒരു ആത്മീയ നക്ഷത്രമായി ഞാൻ സ്ഥിതി ചെയ്യുന്നു. ബാബ്ദാദയുടെ മസ്തകത്തിൽ നിന്നും ജ്ഞാന സൂര്യൻ്റെ തേജസ്വി കിരണങ്ങൾ ആത്മനക്ഷത്രത്തിൽ പതിക്കുന്നു. ജ്ഞാന സൂര്യൻ്റെ സർവ ഗുണങ്ങളുടെയും ഈ കിരണങ്ങൾ പതിക്കുമ്പോൾ ആ ഗുണങ്ങൾ എന്നിൽ ധാരണയാകുന്നു. ജ്ഞാനം മാസ്റ്റർ ജ്ഞാന സൂര്യനായി സ്വയം അനുഭവിക്കുന്നു. ജ്ഞാനചന്ദ്രൻ്റെ ശീതളമായ കിരണങ്ങൾ എന്നിൽ പതിക്കുമ്പോൾ എൻ്റെ സ്വരൂപവും ശീതളമായി മാറുന്നു. ജ്ഞാന സൂര്യൻ്റെയും ജ്ഞാന ചന്ദ്രൻ്റെയും ശക്തിയുടെയും ശീതളതയുടെയും ഡബിൾ ഫോഴ്സ് എനിക്ക് ഒരു ദിവ്യവും അലൗകികവുമായ നിറവ് പകർന്നു തരുന്നു. ഞാൻ സംതൃപ്ത ആത്മാവായി സഫലതാ നക്ഷത്രമായി സ്വയം അനുഭവിക്കുന്നു. ബാബ്ദാദയുടെ വരദാനി സൃഷ്ടിയിലൂടെ വിജയീ രത്നമായി മാറാനുള്ള വരദാനം എനിക്ക് പ്രാപ്തമാകുന്നു. ഈ
ശ്രേഷ്ഠസ്ഥിതിയും ദിവ്യ അനുഭവങ്ങളും പ്രാപ്തമാക്കി മാസ്റ്റർ ജ്ഞാന സൂര്യനായി ഞാൻ വ്യക്ത ദേഹത്തിൽ വേറിട്ടും ബാബയ്ക്ക് പ്രിയപ്പെട്ടും സ്ഥിതി ചെയ്യുന്നു. പ്രകൃതിയിലെ സൂര്യന്റെ പ്രകാശകിരണങ്ങൾ അന്ധകാരത്തെ ഇല്ലാതാക്കുന്നത് പോലെ മാസ്റ്റർ ജ്ഞാനസൂര്യനായ എന്നിൽ നിന്നും ഈശ്വരീയ ശക്തിയുടെയും ശീതളതയുടെയും കിരണങ്ങൾ പ്രസരിക്കുന്നു. ആ കിരണങ്ങൾ അന്യ ആത്മാക്കളുടെ അധമ സംസ്കാരങ്ങളാകുന്ന കീടാണുക്കളെ ഭസ്മമാകട്ടെ. ജ്ഞാനസൂര്യന്റെ യഥാർത്ഥ പരിചയവും പ്രാപ്തിയും നേടാനുള്ള ഭാഗ്യം സിദ്ധമാകട്ടെ.